അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഹൈദ് ചോരയെ കുറിച്ചിട്ട് പഠിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഹൈദ് ചെന്നെങ്കിൽ ಎಂದರೋ ಎಪ್ಪ ಬಂಡೆ ಆರ್ಗ ಬಂಡೆ ಆ ವಿಷಯ ಇನ್ಶಾ ಅಲ್ಲಾಹ್. الحيض دم طبيعة يخرج من الرحم في أوقات مخصوصة. ഹൈദ് ചെന്നെങ്കിൽ അത് ചില പ്രത്യേക സമയത്തിൽ പെണ്ണുടെ ഗർഭാശയത്തിൽ ಬಂಡಂಗಂತೂ ಚೋರ ಇಟ್ಟಿಕ್ಕರು ಪ್ರಕೃತಿ ಪ್ರಳಯ ಬಂಡದ ಚೋರದು. ഇതൊന്നും എക്സ്ട്രാ വേറെ വലിയ വിഷയം അങ്ങനെ എന്തില്ല. പ്രകൃതിയായിട്ട് ആൾമാർക്ക് സാധാരണ ടോയ്ലറ്റ് വന്ന പോലെ, അതേപോലെ ആൾമാർക്ക് സാധാരണ മൂത്ര വന്ന പോലെ ഈ നിലക്കുള്ള ഒരു പ്രകൃതിയായിട്ട് സാധാരണ പണ്ട പോലത്തെ ഒരു ചോരയായിട്ടിക്കല് ഹൈദ്. അതിൽ പേടിക്കുകയൊന്നുമില്ല. അപ്പം ചില പ്രത്യേക സമയത്തിൽ പ്രത്യേക ടൈമിലായിട്ടിക്കല് എപ്പം വന്നുകൊണ്ടിരിക്കില്ല. ചില പ്രത്യേക ടൈമിലോ പെണ്ണിങ്ങളോ ഗർഭാശയത്തിൽ പണ്ടങ്ങಂತೂ ചോരയായിട്ടിക്കല് ഹൈദ്. ഇനി അക്കല്ലുൽ ഹൈദ് യൗമും വലയിലെത്തും. ഹൈലിൽ ചുരുങ്ങിയ ടൈം, ഹൈൽ വരാൻ സ്റ്റാർട്ടായെങ്കിൽ ചുരുങ്ങിയ കുറോട്ടര ടൈം ചെന്നെങ്കിൽ ഒരു ജാവും ഒരു പോലായിട്ടിക്കല് 24 ಗಂಟೆ. 24 ಗಂಟೆ ചെറുമൊത്തം ഒരു ജാവും ഒരു പോലായിട്ടിക്കലല്ലേ. അപ്പോൾ ഒരു ജാവും ഒരു പോലും ಅದೇ 24 ಗಂಟೆ ಆಯ್ತಿಕ್ಕದು ചുരുങ്ങിയ ടൈം. അത്ര 24 ಗಂಟೆ ಅಂದ್ರೆ ಅವನು ചോര ಬಂದಂಗೆ ಮತ್ತದು ಹೈಲೋಡ್ അങ്ങനെ. ഇനി ಅದರ സാധാരണ ടൈമോ غالبه 6 أو 7 وأكثره 15 يوما. അപ്പോൾ അതിൽ സാധാരണ ടൈം ഹൈല് പറ തുടങ്ങിയാൽ പിന്നെ സാധാരണ ഒരു 6 നാൾ 7 നാൾ പണ്ട് ആൾമാറും ഉള്ളത്. സാധാരണ 6 നാളും 7 നാളും ಬರ. ഇനി ಯಾರ പോയിട്ടുണ്ടായെങ്കിൽ 15 നാൾ തോലും ഹൈൽ ചോര പോകും. പിന്നെ അതിനെക്കാണ്ട് ಯಾರು ഹൈൽ ചോര പോകണ്ടില്ല. ലാസ്റ്റ് ഹൈൽ ചോര പോകേണ്ട ടൈമിങ്സ് അത് 15 മാത്രം, 15 നാൾ തോലും മാത്രം ഇരിക്കും. ഓക്കെ. അപ്പോൾ ചുരുങ്ങിയത് ഹൈലിൽ ഒരു നാൾ, പിന്നെ സാധാരണ 6-7 നാൾ, ಯಾರು ചെന്നിട്ടായെങ്കിൽ 15 നാൾ. ഇനി വാക്കല്ലു തുഹുർ ബൈന ഹൈലത്തൈനി 15 യോമൻ. ഇനി ഒരു ഹൈലായിട്ട് പിന്നർക്ക ഹൈലവിടെ ഇടയിൽ കുറഞ്ഞത് 15 നാളായെങ്കിലും എന്താണോ ശുദ്ധി വേണം. 15 നാളായെങ്കിൽ ഏറ്റിക്കണം. സ്റ്റോപ്പായിട്ട് ഒരു ക്ലീനുള്ളൊരു ടൈമ് കുറോട്ടിൽ 15 നാളായെങ്കിൽ ഏറ്റിക്കണം. പിന്നെ വല ഹദ്ദലി അക്സരിഹി. ഇനി അതിനെക്കാണ്ട് യാറത്തുക്ക് ടൈമില്ല. ഒരു ഹൈലായിട്ട് ഒരു 15 നാൾ കഴിഞ്ഞിട്ട് പാടെ ഹൈലായിട്ട് അത് ഹൈലൈ. ഇനി ഒരു ഹൈലായിട്ട് ശുദ്ധിയായിട്ട് എന്തായിട്ട് ഒരു 2 ತಿಂಗಳು ಬಿಟ್ಟು ಪಾಡಕ್ಕೆ ಹೈಲಾಯ್ತು അതും ഹൈലേ പെട്ടിട്ടുണ്ട് അതിനടുത്ത. അപ്പോൾ യാറത്ത് ഗതിക്കെന്തിരില്ല ടൈം ഇല്ല ശുദ്ധിക്ക്. 2 ഹൈലിൻ്റെ ഇടയിലുള്ള ശുദ്ധിക്ക് യാറത്തുക്ക് ടൈം ഇല്ല. എത്ര തിങ്കൾ എത്ര നാൾ പിന്നെ പോകും. പക്ഷേ കുറഞ്ഞത് 15 നാളായെങ്കിൽ ആവും. ಅದರ ഇടയിലാവത്തീര ഹൈല് 2ാമത്തെ ഹൈല്. ഓക്കെ. അങ്ങനെ ആയിട്ടെങ്കിൽ അത് ഹൈലിൽ പെടില്ല. ഇനി അക്കല്ലു സിന്നൽ ഹൈല് 9 സിനീന കൊമറിയത്തൻ തക്രീബൻ. ഇനി ഹൈല് തുടങ്ങണങ്ങനത്തോ വയസ്സ്, ചെറിയൊരു വയസ്സ് എത്ര വർഷത്തിൽ പിന്നെ ഹൈൽ തുടങ്ങും. 9 ವರ್ಷ കഴിഞ്ഞാൽ പിന്നെ എന്താവും ഹൈൽ തുടങ്ങും. 9 ವರ್ಷം ആയിട്ടാകുമ്പോഴത്തേക്ക് ഹൈൽ തുടങ്ങുന്നത് ചെറിയൊരു വയസ്സ്. പിന്നെ കുറേ ആൾക്ക് 10 വർഷത്തിലും തുടങ്ങും, 15-ലും തുടങ്ങും, 12-ലും തുടങ്ങും, 13-ലും തുടങ്ങും. അത് വേറെ വിഷയം. പക്ഷേ ചുരുങ്ങിയത് 8 വർഷത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചോര വന്നിട്ടുണ്ടെങ്കിൽ അത് ഹൈലല്ല ആ നിലയ്ക്ക്. അപ്പം 9 ವರ್ಷ ആവണം ഏത് ടൈമിലും. ഞങ്ങൾ ക്യാലണ്ടർ ഡേറ്റ് പോലെയല്ല, മാസത്തെ ഡേറ്റിൽ 9 ತಿಂಗಳು 9 ವರ್ಷ മാസത്തെ കണക്കനുസരിച്ചിട്ട് 9 ವರ್ಷ ഒരു പെണ്ണുക്ക് ഒരു കിടാവുക ആയിട്ടുണ്ടായെങ്കിൽ അതിൽ പിന്നെ ഹൈലാവുക സാധ്യത ഉണ്ട്. ചുരുങ്ങിയ ടൈം 9 ವರ್ಷത്തിൽ പിന്നെ. ഓക്കെ. ഇനിയും അത് മാസത്തെ കണക്കില്ല. അതുകൊണ്ടായിട്ടിരിക്കും മീനിങ്ങിൽ 6 ഒരു കിടാവ് ജനിച്ചിട്ടുണ്ടായെങ്കിൽ, ഒരു കിടാവിടെ പെത്തിട്ടുണ്ടായെങ്കിൽ ഫസ്റ്റ് ഞങ്ങൾ എന്താക്കണോ താരീഖ് എഴുതി വയ്ക്കണം. അതിലൊട്ടിക്ക് എന്താക്കണോ
ഞങ്ങൾ മാത മൈൻ എഴുതി വെക്കണം. താരീഖ് ഡേറ്റ് ആയെങ്കിൽ ಅಂದ್ರೆ അവിടെ ഞങ്ങൾക്ക് സാധാരണ ബർത്ത് സർട്ടിഫിക്കറ്റിലെല്ലാം കിട്ടും. മാത ബർത്ത് സർട്ടിഫിക്കറ്റിൽ കിട്ടാത്തത് കൊണ്ടൊತ್ತು എത്ര ഹിജരി ബാധ, എത്ര വർഷത്തിൽ ഏത് തിಂಗಳಲ್ಲಿ പെത്രോ, എത്ര ഡേറ്റ് ഉണ്ട് മാതത്തെ കണക്ക് ഞങ്ങൾ എന്താക്കണോ എഴുതി വെക്കണം ഒരു ഡയറിയിൽ. എഴുതിയിട്ട് അതായിട്ടിക്കൊരു ಬೇನಾಯ ಇದು ಇಂಗಂಥ ಸಂದರ್ಭದಲ್ಲಿ ನಂಗೆ ಭಯಂಕರ ಆವಶ್ಯಕುಂಟು. ഒരു പിന്നെ ഹൈലാകുമ്പോഴത്തേക്കും ഞാൻ കൈക്കാൽ വിട്ടറല്ല. ആ ടൈം ആകുമ്പോഴത്തേക്കും എത്ര ವರ್ಷ ಐತೆ 10 ವರ್ಷ ಐತೆ ഉണ്ടല്ല. ആ ടൈമിൽ എന്താക്കുന്നു മാത കണക്കിൽ നോക്കുക ഇട്ടിക്കട അവിടെ. മാത കണക്കിൽ ഒലിം ವರ್ಷ ആയിട്ടെങ്കിൽ എന്താവാം ഹൈല് ചോര ബറക്ക് സാധ്യത ഉണ്ട്. ഇനി ഫലോ റഅത്തി ദമ ഖബല തമാമി തിസ്സി ബിദൂനി 16 യൗമൻ ഫഹുവ ഹൈലുൻ. ഇനി അവിടെ നോക്കൂ, ഒലിം ವರ್ಷ ഭർത്തി ആയിട്ടില്ല പെണ്ണുക്ക് അല്ലേ. ഇനി ഒലിം ವರ್ಷത്തേക്ക് ഒരു 16 നാൾ മുന്നലേ ഹൈൽ ചോര കണ്ടെത്തു. ഒലിം ವರ್ಷ വന്നിട്ട് ആയിട്ടില്ല, ഭർത്തി ആയിട്ടില്ല. 8 ವರ್ಷവും പോണും തിങ്കളും ഒരു 15 നാളായിട്ടിട്ട് പേരിക്കാം. ഏതായാലും ഒലിം ವರ್ಷ ഭർത്തിയാവുമ്പോൾ 16 നാൾ കൊറടിയുണ്ട്. എന്നെങ്കിലും അപ്പം ಬಂತು ചോര, എന്നെങ്കിലും അത് ഹൈലിಗೆ കണക്കിട. അപ്പം ഒലിം ವರ್ಷ അവിടേക്ക് ഒരു 16 നാൾ മുതലേ ഏത് മാതത്തെ കണക്കിൽ ഒലിം ವರ್ಷ ആയിട്ടിരിക്കണം. ഡേറ്റുക്കും മാതത്തിനും സുമാർ ഡിഫറൻസ് ഉണ്ട്. സാധാരണ എന്തില്ല മാതത്തെ കണക്കും ഡേറ്റർ കണക്കും ഞങ്ങൾ എന്താക്കിയെങ്കിൽ ഡിസ്റ്റൻസ് ആക്കി നോക്കിയിട്ടെങ്കിൽ എന്തില്ല ഒരു ವರ್ಷത്തിൽ ഒരു 14 നാലെല്ലാം ഡിസ്റ്റൻസ് ഉണ്ട്. ചില ಯಾರ ಕೊಡಿಮಂಡು ಚೆಲ್ಲವಲ್ಲೇ ಐಕ್ಯವೇನಾയിട്ട് ಡೇಟ್ ನಂಗೆ ಮಾದದ ಡೇಟ್ ಅವತ್ತಲ್ಲಿ ಎಲ್ದಿ ಬಿಚ್ಚಂಟಾಯಂಗೆ ಇಂಗಂತ ಸಂದರ್ಭದಲ್ಲೆಲ್ಲ ಈಸಿ ಅವರು ಆ ಡೇಟ್ ನೋಕರು ಮಾದತ್ತು ഇപ്പോൾ നോക്കൂ എൻ്റെ റമദാൻ ഒരു 10ക്ക് പെത്തുറ് നിങ്ങൾ കിടാവിടെ ഉണ്ട് വിചാരിച്ചാൽ നെക്സ്റ്റ് റമദാൻ 10 ഒരു ವರ್ಷ അങ്ങനെ കണക്കിട്ടുണ്ട് പോകാം. മതിയെത്താ ഡേറ്റ് കണക്ക് നോക്കണ്ട, മാതത്തെ കണക്ക് നോക്കിയിട്ട് ഒലിം ವರ್ಷ കഴിഞ്ഞെത്താ നോക്കിയെങ്കിൽ എത്തും. അല്ലെങ്കിൽ ഒലിം ವರ್ಷത്തേക്ക് ഒരു 16 നാൾ ഉണ്ടാന്ന് നോക്കിയെങ്കിൽ മതി. 16 നാൾ ഇന്നുണ്ടായെങ്കും അപ്പോൾ പണ്ട ചോര മതി എന്തായിട്ടിക്കട് അത് ഹൈലിൻ്റെ ചോരമായിട്ടിക്കട്. ഇനി നോക്കുന്നു وإذا تخلل النقاء بين الدماء فهو حيض. ഇനി ശുദ്ധിയും ചോര ಅದರ ഇടയിൽ ഞങ്ങൾക്ക് എന്തോടും കുറേ ആൾക്ക് അങ്ങനെ ഇക്കര് ഒരു ಗಂಟೆ ಬಂದು പിന്നെ എന്തോടും സ്റ്റോപ്പ് ഓടും. പാടത്തിൽ സ്റ്റോപ്പ് ഓടും. ഇങ്ങനെ എന്തുണ്ടായെങ്കിൽ ശുദ്ധിരതും ചോരയുടെ ഇടയിൽ വർക്ക പോണ്ട് വർക്ക ബണ്ട് ഇങ്ങനെ കുറേ അങ്ങനെ ഇക്കരും മതിയെത്താ വർക്ക കാണ്ട് പിന്നെ സ്റ്റോപ്പ് ഓടും. ആ നിലയ്ക്കായെങ്കിൽ ഫഹു അത് ഹൈലൈറ്റ് ഇക്കട് ഇല്ലം യസിദ് അല അക്സറിൽ ഹൈല് വലം യൻകുസ് മജ്മൂഉ ദിമായി അൻ അഖല്ലിൽ ഹൈല്. ഇനി ഹൈലിൽ ಟೋಟಲ್ ಕಣಕಾಕಿ ನೋಕೊಂಬತ್ತು ಮದೇತಾ ಇದೇ ಹೈಲಿಲ್ ಎಂದ್ರು ഓൽക്ക് തെൽ കാണ്ട് തെൽ സ്റ്റോപ്പ് ഓടും, കാണ്ട് തെൽ സ്റ്റോപ്പ് ഓടും. അങ്ങനെ ഇത് എന്തിനാക്കണം ഞങ്ങൾ കണക്കാക്കിയിട്ട് നോക്കണം. ഈ 15 നാളത്തെ ഇടയിൽ എന്തിനാക്കണം 15 നാളിൽ എത്ര ಗಂಟೆ ഹൈല് വന്നത് എന്നിട്ട് ഞങ്ങൾ കണക്കാക്കി നോക്കിയിട്ടെങ്കിൽ അത് എന്ത് ചെയ്യില്ല ഉണ്ടായെങ്കിൽ ഒരു 24 ಗಂಟೆ ಬಂತುಂಟಾയെങ്കിൽ 24 ಗಂಟೆ ഇപ്പോൾ 15 നാളത്തെ ഇടയിൽ ಇಂಡು 1 ಗಂಟೆ ಬಂತು ಹೈಲು ಸ್ಟಾಪ್ ಆಯ್ತು. 4 2 ಗಂಟೆ ಬಂತು ಸ್ಟಾಪ್ ಆಯ್ತು. 4 8 ಗಂಟೆ ಬಂತು ಸ್ಟಾಪ್ ಆಯ್ತು. അങ്ങനെ എന്തുണ്ടായെങ്കിൽ ഒരു 15 നാളുടെ ഇടയിൽ ഞാൻ കണക്കാക്കിയിട്ടാൽ മതി. ഈ ഡേറ്റ് എഴുതി ഈ 15 നാളത്തെ ഇടയിൽ ഓരോ നാൾ ആ ടൈമിങ്സ് എഴുതി വെക്കണം എത്ര ಗಂಟೆ എന്തുണ്ട് ഹൈവ്. അങ്ങനെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 24 ಗಂಟೆ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ടായെങ്കിൽ അതും ഹൈലിൽ പെട്ടത്. ഓക്കെ, ഇത് 24 ಗಂಟೆ అంటే కొరడి అంటాయంగా అది హైలల్ల 24 ಗಂಟೆ ആയെങ്കിൽ കൊറോഡിൽ ആയിട്ടുണ്ടായെങ്കിൽ അത് ഹൈല് ടിക്കറ്റ്. ഇങ്ങനെ ടിക്കറ്റ് ഹൈലിൻ്റെ വിഷയത്തിൽ നമുക്ക് പഠിക്കുകയുള്ളത്. അതുകൊണ്ടിട്ട് എല്ലാവരും ശ്രദ്ധിക്കുന്ന വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹൈല് ആവുടെ ടൈമോ ആയിട്ട് എങ്ങനെയുള്ള ആവിടോ എത്ര നാൾ ഇക്ക യാരെ എത്ര നാൾ പോകാം എത്ര നാൾ സ്റ്റോപ്പ് ആവാം ഇതെല്ലാം പഠിച്ചിട്ട്
ಕರೆಕ್ಟ್ ಕೊರಿಯಾಲ್ಗೆ ಹೈಲು ಎಂದ್ರಾಡು ಒರ್ನಾಲ್ತೆ ತೀರ್ರು ಅಲ್ಲಿ ಜನ್ನಾಲ್ತೆ ಮೇಲೆ ಸ್ಟಾಪ್ ಆಡು ಹಂಗಂದ್ರೆ ಅక్కడ ಕುಲಿಕಿರೋ ஒரு வாரம் ஆயிட்டு ஒரு 7 நாளா 6 நாள் ആയിട്ട് കുലിക്കിടും അപ്പോൾ ഇവിടെ അവളുടെ എത്ര വിടും സ്റ്റോപ്പ് ആയിട്ട് പിന്നെ ബന്ധങ്ങത്ത് ആ നിസ്കാരമെല്ലാം കഥാവിട്ടാനായിട്ട് വേണ്ട സ്റ്റോപ്പ് അവരോട് കുലിക്കണം അതായിട്ട് ഇക്കടെ ഹൈലിൻ്റെ കണക്ക് ഹൈൽ തോര എപ്പോൾ സ്റ്റോപ്പ് ആടും അപ്പോൾ കുളിച്ചിട്ട് നിസ്കാരം സ്റ്റാർട്ട് ആക്കണം ഇത് അപ്പോൾ കുളിച്ചില്ല പോണഞ്ച് നാളത്തിൽ ഉദ്ദ വലിച്ചിട്ട് പോണഞ്ച് നാൾ വിട്ട് കുളിക്കാനായിട്ട് ഈ പോണഞ്ച് നാളിൽ അവൾക്ക് 5 നാൾ ഹൈലായിട്ടിരുന്നിട്ടെങ്കിൽ പിന്നെ ഉള്ള 10 നാളത്തെ നിസ്കാരം കഥാവിട്ടാനായിട്ട് വേണ്ട ഇത് കെയർഫുൾ ആവണം ഇതിക്ക് വേണ്ടിയിട്ട് നമുക്ക് നിസ്കാരം ഇങ്ങനെ എന്തിനോടും അറ്റി കഥായം പോണ്ട കാട്ടിയും അതിനായിട്ട് ചന്ദ്രത്തിൽ ഹൈൽ അവിടെ ടൈമിൽ ശ്രദ്ധിച്ചിട്ട് ആ ഹൈലിൻ്റെ വിഷയത്തിൽ കണക്കിലെടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് എന്തിനാക്കാൻ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഹൈൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ നിസ്കാരം ആരെ കഥാവിട്ടാനായിട്ട് പണ്ടല്ലേ കഥാവിട്ടാൻ ടൈമിൽ നിസ്കരിക്കുക പിന്നെ ഹൈൽ ഒറിജിനലായിട്ട് ഹൈൽ ഉള്ള ടൈമിൽ ഉള്ളങ്ങനത്തെ നിസ്കാരം നിങ്ങൾ ഹൈലിലേ ഒറിജിനലായിട്ടുള്ളത് ഇങ്ങനെ നിങ്ങൾ നോക്കേണ്ട ഗൂസ്മാരാക്കിയിട്ടല്ല ഹൈല് നിങ്ങൾ എന്താക്കിയിട്ടില്ല കറക്റ്റ് നോക്കിയിടാറ് എല്ലാം ഇടും ഹൈലുള്ള ടൈമിൽ ആ നിസ്കരിക്കണോട്ടില്ല ആ ടൈമിൽ പിന്നെ ആ നിസ്കാര കള്ളാ വീട്ടണോട്ടും ഇല്ല അതുകൊണ്ടിട്ട് മീനിങ്ങിൽ എല്ലാവരും ശ്രദ്ധിക്കണം ഈ വിഷയം നല്ല പഠിച്ചു വയ്ക്കണം അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പഠിക്കുള്ള തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും റാഹത്തിലും സന്തോഷത്തിലാക്കട്ടെ നാഫിയായ ഇൽമ പഠിക്കുള്ള തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ് ഇതേപോലത്തെ നല്ല നല്ല ക്ലാസ് എല്ലാം വരും ഈ ചാനലിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ആക്കുക ബാക്കി എന്തെങ്കിൽ ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ആക്കിയിട്ട് ലൈക്ക് ആക്കിയിട്ട് ബെൽ ബട്ടൺ ഒത്തിട്ട് ഇൻഷാ അല്ലാഹ് വേറെ ചങ്ങായിമാർക്കെല്ലാം ഷെയർ ആക്കിയിട്ട് ಇದಕ್ಕೆ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಎಂದ್ರಾಕೋನು ಸಪೋರ್ಟ್ ಹಾಕೋನು ಅಲ್ಲಾಹ್ ರಬ್ಬು ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಕಬೂಲ್ ಆಕಟ್ಟು ಆಮೀನ್ ರಬ್ಬಲ್ ಆಲಮೀನ್. ವಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.